ഈ ജമാഅത്ത് ഇസ്ലാമിയോട് പണ്ട് കോൺഗ്രസിന് ഒരു തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ തൊട്ടുകൂടായ്മ മാറിയെന്നാണ് വ്യക്തമാകുന്നത്. വി ഡി സതീശൻ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വാഗതം ചെയ്യുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ. എന്താണ് കോൺഗ്രസ്സിന് ഈ മാറ്റം വരാൻ കാരണം? വി ഡി സതീശനെ മാത്രം പഴിച്ചിട്ട് കാര്യമില്ല. നാം അത് ദേശീയ തലത്തിൽ തന്നെ കാണുന്നുണ്ടല്ലോ. ഒരു കാലത്ത് നമ്മുടെ ദേശീയതയോടൊപ്പം നിന്ന ദേശീയത വളർത്തിയൊരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ആ പാർട്ടി പിന്നീട് സോണിയുടെ കയ്യിലെത്തുമ്പോൾ അവർക്ക് ഹിന്ദു ഭീകരത വരുന്നു, അതോടൊപ്പം തന്നെ ഹിന്ദുക്കൾ തീവ്രവാദിയാകുന്ന ഒരു അവസ്ഥയെല്ലാം നാം മുൻകാലങ്ങളിൽ കണ്ടിരുന്നു. അതിൻ്റെ ചെറിയ മാറ്റങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ആരെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിക്കുമോ കോൺഗ്രസ് വിജയിക്കുമ്പോൾ പാലക്കാട് നഗരത്തിലൂടെ തന്നെ ഈ SDP വലിയ പ്രകടനം കടന്നു പോകുന്നത് മുൻകാലങ്ങളിൽ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? പക്ഷെ അത് നടക്കുകയാണ്. കാരണം വോട്ടെണ്ണി തീർന്നില്ല. അതിനു മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം ആഘോഷിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരല്ല, പക്ഷേ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അത്രത്തോളം വർക്ക് അവർ കൃത്യമായി തന്നെ പാലക്കാട് ചെയ്തിട്ടുണ്ട്. കാരണം ലഘുലേഖകൾ വിതരണം ചെയ്യുന്നു, ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഘുലേഖകൾ വിതരണം ചെയ്യുന്നു. ചിലപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ അറിയാലോ, ഈ തെരഞ്ഞെടുപ്പ് കാലം മാത്രം പൊട്ടിമുളയ്ക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അല്ലാത്ത കാലങ്ങളിൽ അവർ ഈ നേതാക്കൾ മാത്രം ഉള്ള ഒരു പാർട്ടിയായി ചുരുങ്ങുമ്പോൾ പക്ഷേ കൃത്യമായി സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവർ എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ചു. അതിൽ വിജയിക്കുമ്പോൾ അവർ ഈ ആഘോഷം നടത്തുന്നതിനോ പ്രകടനം നടത്തുന്നതിനോ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ആ രീതിയിലുള്ള ഒരു മാറ്റമാണ് സ്വാതന്ത്ര്യമുണ്ട്. ആ രീതിയിലുള്ള ഒരു മാറ്റമാണ് നാം പണ്ട് പാലക്കാട് കണ്ടത്. അതോടൊപ്പം തന്നെ വയനാട്ടിലും അത്തരം നീക്കങ്ങളെല്ലാം ഉണ്ടായി. അത് CPM-ന്റെ നേതാക്കൾ തന്നെ തുറന്നു പറയുകയാണ്. ഇവർ എന്തായാലും കേരളം മതേതരത്വത്തിന്റെ കേന്ദ്രമായി അവകാശപ്പെടുമ്പോഴും SDP അടക്കമുള്ള മതേതരത്വത്തിന്റെ മഹനീയ മാതൃക ആണ് കേരളം എന്നാണ് വാഴ്ത്തിപ്പാടുന്നത്. SDP അടക്കമുള്ള ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾക്ക് സ്വാധീനമുണ്ടെന്നും അവർ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കാൻ വരെ വളർന്നിരിക്കുന്നു എന്നെല്ലാം CPM തുറന്ന് സമ്മതിക്കുന്നത് നാം പലതവണ കണ്ടിട്ടുണ്ട്. മാത്രമല്ല അതൊരു വലിയ ആക്ഷേപമായിട്ട് പിണറായി വിജയൻ ഉന്നയിക്കുകയും ചെയ്തു. അത് മാത്രമല്ല P. ജയരാജന്റെ പുസ്തകത്തിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയെയും അതുപോലെ തന്നെ മദനിയെയും അബ്ദുൽ നാസർ മദനിയെയൊക്കെ ഈ രാഷ്ട്രീയ ഇസ്ലാം എന്നൊരു ഒരു 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 വിഭാഗത്തിൽ പെടുത്തി അതിനെതിരെ നിശിതമായ വിമർശനങ്ങളും മറ്റും P. ജയരാജൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ കോൺഗ്രസിന്റെ മാറ്റത്തെ കൂടി വിലയിരുത്തേണ്ടത്. അല്ല, വിമർശനം ഉന്നയിച്ച P. ജയരാജന്റെ ഗതി ഇപ്പോൾ എന്താണെന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതാണ് കേരളത്തിന്റെ മാറ്റം. ആരെങ്കിലും വിമർശിക്കാനുണ്ടെങ്കിൽ ജയരാജൻ ഇപ്പൊ കൈത്തറി തുന്നിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്, വസ്ത്രനിർമ്മാണത്തിലാണ്. അതെ, അതാണ് ആരാണോ ഇത്തരം സംഭവങ്ങളെ വിമർശിക്കുക അവർ പടിക്ക് പുറത്താവുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് മുൻകാലങ്ങളിൽ തന്നെ അറിയാലോ, ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് തന്നെ ഉമ്മൻചാണ്ടി ഇസ്രയേലില്ലല്ലേ മരണപ്പെട്ട ഒരു സ്ത്രീക്ക് അവരെ അനുശോചിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് 3-4 തവണ എഡിറ്റ് ചെയ്യുകയാണ് ആ രീതിയിൽ. അതുപോലെ തന്നെ പോസ്റ്റ് പിൻവലിക്കേണ്ട ഗതികേടിലേക്ക് വരെ അവർ എത്തിച്ചേർന്നു. ആ രീതിയിലേക്കുള്ള ഒരു വലിയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ വി ഡി സതീശനും അത്തരം ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ നിലപാടുള്ള സംഘടന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യം, വർഷങ്ങളായി തന്നെ മതരാഷ്ട്രം ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഈ ഇന്ത്യ വിഭജനത്തിന് പോലും ഒരു പരിധി വരെ കാരണമായ മൗദൂദിയൻ തിയറി, ആ മൗദൂദിയൻ സിദ്ധാന്തം ഇപ്പോഴും അതേപടി പിന്തുടരുകയും അതിനെ നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുകയും ചെയ്യുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ. അത് നമുക്കറിയാം, ഇന്ത്യയുമായി ബന്ധപ്പെട്ട് എവിടെ സംഘർഷമുണ്ടായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്ക് ഏറ്റവും വളരെ വ്യക്തമാണ്. എത്രത്തോളം അല്ലെ കലാപങ്ങൾ എടുത്തു പറയാൻ തന്നെ ഇരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സംഘടനയാണ് രാഷ്ട്രീയ നിലപാടുള്ള സംഘടന. അത് ശരിയാണ്, ഈ മതേതരത്വം തകർക്കുന്ന ഏത് നിലപാടെടുക്കുവാനും ഈ സംഘടനയെ കഴിഞ്ഞ് ബാക്കിയുള്ള പാർട്ടിക്കാരുള്ളൂ എന്നത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ കോൺഗ്രസ് എന്തുകൊണ്ട് ഈ ഗതികേടിലേക്ക് പോയെന്ന് ചോദിക്കുമ്പോഴാണ് ഈ കോൺഗ്രസിൽ ഇപ്പോഴുള്ള നേതാക്കളുടെ പരാജയം. ഇവർ സംഘടനാ രീതിയിൽ വലിയ രീതിയിൽ പരാജയപ്പെടുകയും അധികാരം കയ്യിൽ നിന്നും പോകുകയും ചെയ്യുമ്പോൾ ബാക്കിയുള്ള സംസ്ഥാനത്തിൽ എന്താണോ സംഭവിച്ചത് അതിനുള്ള സമാനമായ രീതിയാണ് പോകുന്നത്. ഇത്തരം വർഗീയ സംഘടനകളുടെ പിന്തുണ ചോദിക്കുക, അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിൽ തുറന്ന ജാതി ചോദിക്കുകയാണ്. നിങ്ങളുടെ ജാതി ഏതാണെന്ന രീതിയിലുള്ള വലിയ പ്രചരണമാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ജാതി കാർഡ് സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കോൺഗ്രസ്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ പ്രീണനങ്ങൾ നടത്തുക. ആ രീതിയിൽ എന്താണോ രാഹുൽ ഗാന്ധി നമ്മുടെ ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്നത് അത് കേരളത്തിൽ നടപ്പിലാക്കാനാണ് വി ഡി സതീശന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ്
ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ അവർക്ക് പിന്തുണ നൽകിയിരിക്കുന്നത്. ചില വാർത്തകളും വരുന്നുണ്ടല്ലോ, അവരുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി അടക്കമുള്ളവർക്ക് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ പല ജില്ലകളിൽ സീറ്റ് കൊടുക്കുകയാണ്. അത് മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും അടക്കമുള്ള ജില്ലകളിൽ അവർക്ക് സീറ്റ് കൊടുത്ത് മത്സരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ ഇവരുടെ പല നേതാക്കളും വരികയാണ്. ആ രീതിയിലേക്കെല്ലാം കേരളം വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിക്കും, എന്തുകൊണ്ട് CPI പറയുന്നില്ല PDPയുടെ പിന്തുണ ഉണ്ടെന്ന്. ഇതിലൂടെ എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ ഒരു 20 വർഷമായി വളരെ വലിയ രീതിയിൽ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതിനെ മറച്ചു വയ്ക്കാൻ പല രീതിയിലുള്ള തന്ത്രങ്ങൾ മെനയുകയാണെങ്കിലും ജനങ്ങൾക്കറിയാം ഇവർ എന്തെല്ലാം പറഞ്ഞാലും ഈ രീതിയിലുള്ള PDP ആയാലും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി ആയാലും വെൽഫെയർ പാർട്ടി ആയാലും അടക്കമുള്ളവർ വലിയ രീതിയിൽ ഇത്തരം സംഘടനകൾക്ക് പിന്തുണ നൽകുകയും ഇവർക്ക് വോട്ട് നൽകുന്നതായും പകൽ പോലെ വ്യക്തമാണ്. ഈ SDPI ഇപ്പോൾ പാലക്കാടുമായി ബന്ധപ്പെട്ട് നാം സൂചിപ്പിച്ചിരുന്നു, പാലക്കാട് കോൺഗ്രസിനാണ് പിന്തുണ നൽകുന്നത് ഈ പാർട്ടികൾ, SDPI അടക്കമുള്ളത്. ആ പിന്തുണ പ്രഖ്യാപിച്ചിട്ട് ഈ CPM എന്നിട്ട് ഈ പാർട്ടികൾ തന്നെ പറയുകയാണ്, നേമത്ത് ഞങ്ങൾ CPMനെ പിന്തുണച്ചു, മഞ്ചേശ്വരത്ത് ഞങ്ങൾ മുസ്ലിം ലീഗിനെ പിന്തുണച്ചു, പാലക്കാട് ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണ്. അപ്പോൾ ഇത് ആർക്കാണ് ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് BJPയെ തോൽപ്പിക്കാനായി ഞങ്ങൾ ആരെയും പക്ഷം കൂടും, അതുകൊണ്ട് ആരും ചോദിക്കാൻ വരണ്ടെന്നാണ് രീതിയിലുള്ള പ്രസ്താവനയുമായാണ് ഈ വരുന്നത്. എന്തായാലും പണ്ട് EMSഉം പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായിട്ടും കൂട്ടുകൂടും. എന്തായാലും ഈ വി ഡി സതീശന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തോളം ഒരു പ്രതികരണം ഉണ്ടാകുമ്പോഴാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. അദ്ദേഹം പണ്ട് ഈ സമുദായ നേതാക്കളെ എല്ലാം വെല്ലുവിളിച്ച് നടന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരു സമുദായ നേതാവിന്റെ തിണ്ണനിറങ്ങാൻ ഞാൻ പോകില്ലെന്ന് പറഞ്ഞ നേതാവാണ് ഇപ്പോൾ. അതുമാത്രമല്ല, ഈ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ അക്കാലത്ത് ഈ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തിനെതിരെയും ഒക്കെ അതിരൂക്ഷമായി വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരികയും ഹരിത MLA-മാർ എന്നൊരു സ്ഥാനപ്പേര്, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്യുകയും ചെയ്തിരുന്ന ആൾക്കാരാണ്. പ്രത്യേക ഒരു ഗ്രൂപ്പ് പോലെ ഉമ്മൻചാണ്ടിക്ക് വലിയ വെല്ലുവിളിയൊക്കെ ഉയർത്തിയിരുന്നവരാണ്. കാരണം പിന്നെ ഉമ്മൻചാണ്ടി എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളുമായി വരികയാണെങ്കിൽ അവിടുത്തെ മരത്തിന് പ്രശ്നം, പരിസ്ഥിതിവാദവുമായിട്ട് വി ഡി സതീശൻ, TN പ്രതാപൻ, VT ബൽറാം, അങ്ങനെ ഒരു 4-5 MLA-മാർ ഉണ്ടായിരുന്നു. ഇവർ ഉണ്ടാക്കിയ തലവേദന ചില്ലറയല്ല. വികസന പ്രവർത്തനം മിണ്ടിയാൽ തന്നെ അവിടെ കാക്കയും കുയിലിനെയും ഓർത്ത് വി ഡി സതീശൻ കരയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ നിന്നെല്ലാം മാറി അദ്ദേഹം അദ്ദേഹത്തിന് ഇനി പദവികൾ കിട്ടുമ്പോൾ ഭാവിയിലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം സ്വയം തന്നെ വിശേഷിപ്പിക്കുന്നത്, അല്ലെ അദ്ദേഹത്തിന്റെ അണികൾ എല്ലാം വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം ഇനി വികസന പ്രവർത്തനവുമായി പോകുമ്പോഴും ഈ നിലപാടുകളിൽ മാറ്റം വരുമല്ലേ? ആ രീതിയിൽ കെട്ടിടങ്ങൾ ഇനിയിപ്പോൾ ഇനി കെട്ടിടങ്ങളെല്ലാം ഹരിത കെട്ടിടങ്ങളായി മാറും, പരിസ്ഥിതി അനുകൂല കെട്ടിടങ്ങളായി മാറും. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഭരണം കൈ കിട്ടിയാൽ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളായിരിക്കും വരും. ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തിലും വലിയ മാറ്റമല്ലേ വന്നിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്ക് തൊട്ടുകൂടായ്മ മാറിയല്ലോ. എന്തായാലും ഇങ്ങനെ പുറത്തു നിർത്തി അവരെ വെയിൽ കൊള്ളിപ്പിക്കാതെ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി SDPIയും UDFലേക്ക് ഉൾപ്പെടുത്തണമെന്നാണ് നമ്മുടെ അവർക്ക് ആവശ്യത്തിന് സീറ്റൊക്കെ കൊടുക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.